ഗുഡ് മോർണിംഗ്. സമയം ഇപ്പം 6:30 മണിയായി. നേരം പരപരാ വെളുത്ത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടൂച്ചീൻ്റെ അപ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണൂല്ലേ, അതെ പുട്ടായിരുന്നു. അപ്പോൾ പുട്ടൂച്ചിലോട്ട് അരിപ്പൊടിയും തേങ്ങയും ഇങ്ങനെ മാറി മാറി ഇട്ട് കൊടുത്ത് ആവിയേറ്റാനായിട്ട് വെച്ചു. പുട്ടും പയറും പപ്പടം ആക്കാമെന്നാട്ടോ വിചാരിച്ചത്. അതിനായിട്ട് പയറെടുത്തപ്പോഴത്തേക്കിൻ്റെ അരക്കപ്പോളമേ ഉള്ളൂ. സാരമില്ല, നമ്മൾ ഇറങ്ങിയതല്ലേ എന്നും പറഞ്ഞ് ഞാൻ അത് തന്നെ ഉള്ളത് മതിയെന്ന് കരുതിയിട്ട് പയർ കഴുകി ഉപ്പും വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവിക്കാനായിട്ട് വെച്ചു. ആ സമയം കൊണ്ട് നമ്മളെ പുട്ടൊക്കെ ആയി. പിന്നെ ഞാൻ പുറത്ത് പോയി അടുപ്പൊക്കെ കത്തിച്ചു അരി കഴുകി ചോറാവാനായിട്ട് അടുപ്പിലിട്ട കേട്ടോ. എന്നിട്ട് അരി അവിടെ തിളച്ചു. ആ സമയം കുക്കർ ഫിസിലൊക്കെ കേട്ട് ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. എന്നിട്ട് തുറന്ന് നോക്കിയപ്പോഴോ പയർ പായസമായിട്ടിരിക്കുന്നു. സാരമില്ല, നമുക്ക് ഇനിയും പ്ലാൻ മാറ്റാമല്ലോ. അതിനായിട്ട് ഞാൻ പിന്നെ പയർ നല്ലപോലെ ഉടച്ച് തേങ്ങയുടെ അരപ്പുണ്ടാക്കി പരിപ്പും പപ്പടവും പുട്ടും. എങ്ങനെയുണ്ട്? പപ്പടം വറുത്ത എണ്ണയിലോട്ട് തന്നെ കടുക് താളിച്ച് അതിലേക്ക് പരിപ്പൂടെ ഒഴിച്ച് സെറ്റാക്കി തിളപ്പിച്ച് മാറ്റി വെച്ചു. അപ്പോഴത്തേക്കും കുഞ്ഞാറ്റ് എണീറ്റു. പിന്നെ ചായ ഇട്ടു. നമ്മളെല്ലാവരും ചായ കുടിച്ചു. പിന്നെ ചേട്ടൻ പുറത്തോട്ട് വന്നപ്പോഴത്തേക്കും ബീഫ് വാങ്ങിച്ചോണം കേട്ടോ. സൺഡേ അല്ലേ, അപ്പം ഇന്ന് സ്പെഷ്യൽ അതാട്ടോ, ബീഫ് കറിയും ചോറും. അപ്പോൾ നമുക്കിങ്ങനെ ബീഫ് കറി ഉണ്ടാകുന്നത് ഒറ്റയടിക്ക് ഞാൻ പെട്ടെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്, നമുക്ക് കാണാം. ബീഫ് കഴുകി കുക്കറിലേക്ക് വെച്ച് കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് തിരുമ്മി, വെള്ളം ഒഴിക്കേണ്ട, ബീഫിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങും. എന്നിട്ട് ഒരു 3-4 വിസിൽ ബീഫ് വേവുന്നത് വരെ വെക്കാം. അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ കാപ്പി കുടിക്കാനായിട്ട് പോയി. അപ്പോഴത്തേക്ക് അരി വടിച്ച് കഴിഞ്ഞിട്ടാണ് കാപ്പി കുടിക്കാനായിട്ട് പോയത്. അരി വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഇവിടെ ഫിസിലൊക്കെ കേട്ട് അരിയൊക്കെ വാർത്തിട്ടു. നല്ല ചൂട് പുട്ടും പരിപ്പും പപ്പടവും ചായ എല്ലാം കൂടെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിട്ട് കഴിച്ചു. അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ ബീഫ് ഫുഡിനെ ബാക്കി സുന്ദരനാക്കാനായിട്ട് ബാക്കി സാധനങ്ങളൊക്കെ നമുക്കെല്ലാം സെറ്റാക്കി എടുക്കണമല്ലോ. അതിനായിട്ട് കൊച്ചുള്ളി, സവാള, പച്ചമുളക്, തക്കാളി, കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം കൂടെ എടുത്ത് ഞാൻ അതൊന്ന് വൃത്തിയാക്കി എടുക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. അതെല്ലാം ക്ലീൻ ചെയ്തെടുത്ത് നന്നായിട്ട് കഴുകി ഇതെല്ലാം സെപ്പറേറ്റ് ആക്കി വെച്ചു കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ബീഫ് വെന്തായിരുന്നു. ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് വെച്ചു, പച്ചമുളക് അരിഞ്ഞു വെച്ചു, തക്കാളി കുഞ്ഞുകുഞ്ഞ് അരിഞ്ഞു, കൊച്ചുള്ളി സവാളയും സെപ്പറേറ്റാക്കി മാറ്റി വെച്ചായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ പുറത്തടുപ്പിൽ ഒരു ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകൊക്കെ വറുത്ത് ഇതെല്ലാം കൂടെ ഇട്ട് വഴറ്റി. അതിനിടയ്ക്ക് ഞാൻ കുറച്ച് നാരങ്ങ പിഴിഞ്ഞ് കുടിച്ചായിരുന്നു കേട്ടോ. അതൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴത്തേക്കും തക്കാളി ചേർത്ത് പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ മസാലപ്പൊടി, കുരുമുളക് പൊടി, ഉലുവാപ്പൊടി എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയ ശേഷം വെള്ളം ഒഴിച്ചൊന്ന് വറ്റിച്ചെടുക്കാൻ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫുഡ് അടിയാണ്, അതിൽ വേറൊരു കോംപ്രമൈസ് ഇല്ലല്ലോ. നമ്മളെല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. പിന്നെ ക്ലീനിങ് കേട്ടോ. ബാക്കി സിങ്കിൽ കുറച്ച് പാത്രങ്ങൾ കിടന്നു, അതെല്ലാം കഴുകി വെച്ചു. കിച്ചൺ കൗണ്ടറും വൃത്തിയാക്കി എടുത്തപ്പോഴത്തേക്കും നമ്മുടെ